എന്തുണ്ട് വിശേഷം? എല്ലാവരും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡിഷസിൻ്റെ ഒക്കെ. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ സമാധാനമായിട്ട് ഇരുന്നു. കുറച്ച് റെസ്റ്റ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരുപാട് പേര് നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ക്യാരറ്റ് കേക്ക്. അപ്പോൾ ക്യാരറ്റ് കേക്ക് 2 തരത്തിലുണ്ടാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടുള്ള കേക്കാണ്. പക്ഷേ മുട്ടയില്ലാതെ എങ്ങനെയാണ് ക്യാരറ്റ് കേക്ക് ചെയ്യാം എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈസിയാണിത്, കാരണം മിക്സിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓവനും യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്ര ഈസിയാണ്, അതേസമയം അത്ര ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ദീർഘചതുരാകൃതിയിലുള്ള ഒരു പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പാത്രം. അതേസമയം നിങ്ങൾക്ക് റൗണ്ട് കേക്കായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഗോതമ്പ് കേക്ക് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറാമിക്കിൻ്റെ നമ്മുടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിലുള്ള ഭാഗം മാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാം. ബട്ടർ പേപ്പർ വെക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങ് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക. അതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായിടത്തും ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് പരട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് മൈദ അങ്ങ് തൂക്കി കൊടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ആ ബട്ടറിൽ മൈദ ഒന്ന് കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള മൈദ തട്ടി കൊടുക്കണം. അപ്പോഴും നമ്മുടെ പാത്രത്തിൽ കേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതനുസരിച്ച് ചെയ്യുക. ഇതങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേക്കിൻ്റെ ഹീറോ ആരാണ്? ക്യാരറ്റ്. ഇവിടെ ഞാൻ 1.5 കപ്പ് ക്യാരറ്റ്, അതായത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ 250 ml കപ്പിൽ 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മീഡിയം സൈസ് 1.5 ക്യാരറ്റ് തന്നെയാണ് 1.5 കപ്പിന് വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ക്യാരറ്റിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അളന്നാൽ മതി. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലുള്ള 250 ml കപ്പിലോ ഗ്ലാസ്സിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളന്നങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാരറ്റ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കുറച്ച് നേരം അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ആ ക്യാരറ്റ്, വലിയ ക്യാരറ്റ് അങ്ങ് ഇട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ ചൂടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചൂടായിട്ടില്ല, ഇതിൻ്റെ തണുപ്പങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, എന്നിട്ട് ഒരു അരിപ്പ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൈദ വെച്ചിട്ടും ചെയ്യാം, ആട്ട വെച്ചിട്ടും ചെയ്യാം, സെയിം റെസിപ്പി. ഞാൻ പക്ഷേ ഇവിടെ നിന്ന് മൈദ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ട് നമുക്ക് അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാം മൈദയാണ് കേട്ടോ. ഇനി ടേബിൾ സ്പൂണിൻ്റെ കണക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ടേബിൾ സ്പൂണിൽ ഞാൻ എണ്ണിയപ്പോൾ 12 ടേബിൾ സ്പൂണാണ്. നിങ്ങളുടെ അടുത്ത് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ് മൈദ, അല്ലെങ്കിൽ 12 ടേബിൾ സ്പൂൺ മൈദ, അല്ലെങ്കിൽ ഗ്രാം വെയിറ്റ് നോക്കുകയാണെങ്കിൽ 150 ഗ്രാം മൈദ. ഓക്കെ, സംശയം അറിയാലോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയുടെ കൂട്ടത്തിൽ കൂടെ 1 ടീസ്പൂൺ, നല്ല വടിച്ചെടുത്തിട്ടുള്ള ടീസ്പൂണിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ സെയിം അളവ് തന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ ഓരോ ടീസ്പൂൺ വീതിട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂണ്, ടീസ്പൂൺ കേട്ടോ. അതായത് 5 ml വീതമുള്ള ടീസ്പൂണിൽ 1 ടീസ്പൂൺ വീതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് പട്ടയുടെ പൗഡറാണ്. നമ്മുടെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കാറുള്ളതാണ് പട്ടയുടെ പൗഡർ. പട്ടയുടെ പൗഡർ ഇപ്പോൾ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും, സിനമൺ പൗഡർ എന്ന് പറഞ്ഞിട്ട്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പട്ടയുടെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പട്ട എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ പട്ടയുടെ പൗഡറിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പട്ടയുടെ പൗഡർ, സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലേവർ കൂടി ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കുക, 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 നുള്ള് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സിനമൺ പൗഡറും ഉപ്പും മൈദയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിക്കാൻ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ റെസിപ്പി
മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേസമയം മുട്ട ഇല്ലാത്ത റെസിപ്പിയുടെയും അളവ് ഞാൻ പറഞ്ഞുതരാം. മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം തൈര് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് പരാതി ഉണ്ട്, ചേച്ചി ഇപ്പോൾ മുട്ട വെച്ചിട്ടുള്ള കേക്കൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മുട്ട വെച്ച് ചെയ്യാം. പക്ഷേ മുട്ട കഴിക്കാത്തവർക്ക് തൈര് വെച്ചിട്ടുള്ള അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് 2 കൂട്ടർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 1/2 കപ്പ് കാഷ്നട്ടാണ്, അതായത് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുകളിലേക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് വാൾനട്ടോ അതുപോലെ തന്നെ പിസ്തയോ ബദാമോ എന്താണോ താല്പര്യം അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു കടായിലാണ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള കടായി ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രഷർ കുക്കർ ഉപയോഗിക്കാം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കടായിൽ ഒരു ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന റിങ്ങില്ലേ, അതല്ലെങ്കിൽ സാധാരണ റിങ് ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഡയറക്റ്റ് കേക്കിൻ്റെ ടിന്ന് ഈ പാത്രത്തിൽ ഡയറക്റ്റായിട്ട് മുട്ടാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ റിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് ചൂടാക്കണം പാത്രം. നമ്മൾ ഓവൻ ചൂടാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പാത്രമാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് ആദ്യം നമ്മുടെ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് കേക്ക് ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ അപ്പം തന്നെ ഇതങ്ങ് ബേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഹൈ ഹീറ്റിൽ വെക്കാൻ പാടില്ല, എപ്പോഴും മീഡിയം ഹീറ്റിൽ മാത്രമാണ് നമ്മുടെ കേക്കിൻ്റെ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ബീറ്ററും അതുപോലെ തന്നെ എന്താ പറയുക ഹാൻഡ് മിക്സറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, തണുപ്പില്ലാത്ത മുട്ടയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസിനും തണുപ്പ് പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കുക, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എനിക്കിപ്പോൾ ഇവിടെ മീഡിയം മധുരത്തിലുള്ള കേക്കാണ് താല്പര്യം, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ടേബിൾ സ്പൂൺ കണക്കും പറഞ്ഞുതരാം. 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നമ്മൾ ഇതിലേക്ക് ഓൾറെഡി ആ സ്മെല്ലിന് വേണ്ടിയിട്ട് സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്, എന്നാലും മുട്ട ചേർക്കുന്ന കാരണം വാനില എസൻസ് ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ്, ഞാൻ 1/2 ടീസ്പൂൺ ഇപ്പോൾ ഒഴിച്ചത് 1/2 ടീസ്പൂണും കൂടെ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ആയിട്ടുണ്ട് മൊത്തത്തിൽ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് 4 ടേബിൾ സ്പൂൺ ബട്ടർ വേണമെങ്കിലും ഉരുക്കിയ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്, 4 ടേബിൾ സ്പൂൺ. ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് അടിച്ച് എടുക്കണം. ഈ മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അതെ, ഇപ്പോൾ ഇതെല്ലാം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. പാലിൻ്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ, അത് അവസാനം ശരിക്കും പറയാൻ പറ്റുള്ളൂ. എന്നാലും തൽക്കാലം നമുക്ക് 1/4 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാനുള്ളത് 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ പാൽ ഒഴിക്കാൻ മറന്നതാണേ. അപ്പോൾ പാലിൻ്റെ അളവ് പിന്നെ നമുക്ക് ബാറ്റർ ചെയ്ത് നോക്കിയിട്ട് അത് ഒരുപാട് തിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ വേണ്ടി വരും. ഞാനിപ്പോൾ ഒഴിച്ചത് തണുപ്പില്ലാത്ത പാലാണേ. ഒന്നും കൂടെ നമുക്ക് അടിച്ചിട്ട് കൊണ്ടുവരാം. അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പാലും കൂടി ചേർത്തിട്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ മുട്ടയ്ക്ക് പകരമായിട്ട് തൈരാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തൈര് 1/4 കപ്പാണ് അളവ് വേണ്ടത്. അതായത് കട്ടത്തൈര്, ഒട്ടും വെള്ളമില്ലാത്ത കട്ടത്തൈര് 1/4 കപ്പ്. 1/4 കപ്പ് തൈര് മിക്സിയിൽ അടിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ മോര് പോലെ അത്ര ലൂസായിട്ട് മാറും. അപ്പോൾ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഒരു ഫോർക്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. അതിലോട്ട് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്. 1/4 കപ്പ് തൈരിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ അളവ്, ഇതിൽ ചേർത്തിരിക്കുന്ന അളവുകൾ ബാക്കി ചെയ്യുക. അതായത് എന്താ പറയുക, നമ്മുടെ വാനില എസൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓയിൽ പിന്നെ പാലൊക്കെ സെയിം അളവ് തന്നെ. ആ മുട്ടയ്ക്ക് പകരമായിട്ട് 1/4 കപ്പ് തൈരും
അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര 3/4 കപ്പ്. അത്ര മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ. പിന്നെ മിക്സിയിൽ അടിക്കേണ്ട, സാധാരണ ഒരു ഫോർക്ക് വെച്ച് അടിച്ചാൽ മതി. അത് മാത്രം ചേഞ്ച് ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ട് നല്ലതായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ മുട്ട വെച്ചിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയില്ലേ, മൈദയുടെ പൊടിയില്ലേ, അത് നമുക്ക് അല്പാൽപമായി ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഒരിക്കലും ഇടാൻ പാടില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. 1-2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. വൃത്തിയുള്ള കൈ ആണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ ധാരാളം മതി. നന്നായി മിക്സ് ആയിക്കോളും. ഒട്ടും ഇതിൽ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൊത്തത്തിൽ കുറച്ചായിട്ട് ഈ കംപ്ലീറ്റ് മൈദ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് കട്ടകൾ മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, 1.5 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ. പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കിസ്മിസ് എനിക്ക് വലിയ താല്പര്യമില്ല ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നട്ട്സ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മതി. ഈ കൺസിസ്റ്റൻസി നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ബാറ്റർ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കേണ്ടത്, മനസ്സിലായല്ലോ? അപ്പോൾ ഈ കറക്റ്റ് അളവ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റൊന്നും പറ്റില്ല. പിന്നെ ഇതിനേക്കാളും തിക്കാണെങ്കിൽ മാത്രം കുറച്ച് പാലൊഴിച്ചിട്ട് അങ്ങ് അത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുക. പാലൊഴിക്കുമ്പോഴും നിങ്ങൾ തണുപ്പുള്ള പാൽ ഉപയോഗിക്കാൻ പാടില്ല, തണുപ്പില്ലാത്ത പാൽ ഉപയോഗിക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ടിന്നിൽ ഈ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറക്റ്റാണ് മധുരം. ഇപ്പോൾ നോക്കുമ്പോൾ മധുരം ഇത്തിരി കൂടി നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ പാകമായിരിക്കും. അപ്പോൾ ബാറ്റർ കേക്കിൻ്റെ മോൾഡിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആഴവും 16 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 11 സെൻറ്റിമീറ്റർ വീതിയാണ് ഈ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ടിന്നിന്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വഴിയുണ്ട്. ഓക്കെ. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവർ ടാപ്പ് ചെയ്യാൻ പാടില്ല, അപ്പോഴും ശരിയാവില്ല. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഓക്കെ. നമുക്കിനി ഇത് നമ്മുടെ ബേക്കിംഗ് പാത്രത്തിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് തുറക്കുക, കേക്ക് ടിന്ന് സൂക്ഷിച്ച് കൈ ഒന്നും പൊള്ളാണ്ട് വെക്കുക. എന്നിട്ട് അങ്ങ് അടയ്ക്കുക. അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് പൊന്തി വരുമ്പോഴും നമ്മുടെ ഈ പാത്രത്തിൻ്റെ മൂടിയിൽ മുട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൈറ്റ് ആയിരിക്കണം കേട്ടോ. അഥവാ മുകളിലേക്ക് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിൻ്റെ മുകളിലേക്ക് മുട്ടി കഴിഞ്ഞാൽ അതങ്ങ് മിഡിൽ പോർഷൻ അങ്ങ് പോവും. എനിക്ക് നേരത്തെ അബദ്ധം പറ്റിയതാണ്. ഞാൻ ആദ്യം ട്രയൽ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞെടുത്ത് നോക്കിയപ്പോൾ ഈ സംഭവം മുയലേക്ക് പൊന്തി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ മുട്ടി നിൽക്കുമായിരുന്നു. അത് ഞാൻ മൂടി തുറന്നപ്പോൾ പകുതി അല്ല 1/4 ഭാഗം കേക്ക് നമ്മുടെ മൂടിയുമ്പോൾ ഒട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കണം അത്. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. മീഡിയം ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത് പാത്രം. അപ്പോൾ നമുക്കിതൊരു 45 മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ആവാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഫോർക്കോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓവനിലാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ 45 മിനിറ്റോളം ബേക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പ്രഷർ കുക്കറിലാണെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ. പ്രഷർ കുക്കറിൻ്റെ വാഷർ മാറ്റണം, അതുപോലെ തന്നെ മേലത്തെ വിസിൽ മാറ്റിയതിന് ശേഷം ഇതേപോലെ തന്നെ സെയിം പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രഷർ കുക്കറിൽ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനൊരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് താഴോട്ട് അങ്ങ് ഇരുന്ന് പോകും. അതായത് പൊന്തി വരില്ല. അപ്പോൾ ഒരു 45 മിനിറ്റ് വേവുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും മാത്രം തുറക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും നന്നായി വരില്ല. പിന്നെ ഇത് വിള്ളലുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. വിള്ളലുകൾ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം, കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടാവാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാലും കേക്കിൻ്റെ മുകളിൽ വിള്ളൽ വരും. അതുപോലെ തന്നെ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വിള്ളൽ വരും. പിന്നെ
പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പാത്രം ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കേക്കിൻ്റെ മേൽഭാഗം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ ഉള്ളിൽ വേവാൻ സമയമെടുക്കും. അപ്പോൾ മേൽഭാഗം പെട്ടെന്ന് വേവുന്ന കാരണമാണ് മേൽഭാഗത്ത് ഇങ്ങനെ വിള്ളലുകൾ വരാൻ കാരണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മീഡിയം ടെമ്പറേച്ചറിൽ മാത്രമാണ് ഈ പാത്രമോ അല്ലെങ്കിൽ ഓവനോ പ്രഷർ കുക്കറോ ചൂടാക്കാൻ പാടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം മുറിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചൂടോട് കൂടി മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് മുറിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ട് ചൂടാറാൻ വെക്കാം. ഇതുപോലെ വയർ റാക്ക് നിങ്ങളുടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയർ റാക്കിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. താഴത്തെ ഭാഗം ചൂടാറും, പിന്നെ മേലത്തെ ഇതുകൊണ്ട് മേലത്തെ ഭാഗം ചൂടാറി കിട്ടും കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം പേപ്പർ എടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കേക്കും എല്ലാം കൂടി അങ്ങ് ഇതിൻ്റെ മേലെ പിടിച്ച് പോകും. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം, പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ അത് ഇരിക്കുമ്പോൾ ചൂടാറുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങോട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ പുറത്തെടുത്ത സമയത്ത് ഇത്ര കളർ ഉണ്ടായിരുന്നില്ല, പക്ഷേ ചൂടാറിയപ്പോഴും കുറച്ചും കൂടെ നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് മാറി. നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സൈഡിലത്തെ ഭാഗം നോക്കണ്ട. സൈഡിലത്തെ ഭാഗം ഇച്ചിരി കട്ടിയായിരിക്കും എപ്പോഴും. അത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ലൈസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ മുറിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാം. ഞാനിപ്പോൾ എപ്പോഴും ചെറിയ കത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി സ്പെഷ്യൽ കത്തിയൊന്നുമില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ആദ്യത്തെ സ്ലൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട്, അതായത് ആ സൈഡിലത്തെ ഭാഗത്തെ സ്ലൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലൈസ് കട്ട് ചെയ്യാം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇത് നോക്കൂ, ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, നട്ട്സും എല്ലാം കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയാലോ. അടിപൊളിയായിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആണ്. മുട്ട അല്ലാതെ തൈര് വെച്ച് ചെയ്താലും നല്ല അടിപൊളി കേക്കായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ആ സിനമൺ വന്നപ്പോൾ മുട്ടയുള്ള കേക്കൊന്നും നമുക്ക് അറിയും കൂടില്ല. ഒട്ടും മുട്ടയുടെ ടേസ്റ്റ് അറിയുന്നില്ല. മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ മീഡിയം മധുരമുള്ള കേക്കാണ് കേട്ടോ. അപ്പം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. മിക്സി ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് വേറെ ഒരു പണിയില്ല. ഈസി പീസിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ ന്യൂ ഇയറിന് നിങ്ങൾ എല്ലാവരും വിനസ് കറിവേൾഡ് സ്പെഷ്യൽ ഈസി പീസി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ട്രൈ ചെയ്യണം. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ആ പല്ലിനെ മേലെ ചെയ്യുമ്പോൾ എല്ലാം വാൻ എടുക്കുന്നുണ്ട്. കുളിക്കുന്നല്ല, വാൻ എടുക്കുന്നു. മറ്റേ പല്ല് ഇത്തില്ല വിഷം. ചാർജ് ചെയ്യാനുള്ള സംഭവമാണല്ലോ ഇത്. ഞാനും എന്താ സാധനം വിചാരിച്ചു. താങ്ക് യു. ഒറ്റയ്ക്കല്ലേ അവരൊരു കൾച്ചറിൻ്റെ ഭാഗം. വി ഹാവ് കൾച്ചർ, വി ഡോണ്ട് ഹാവ് എനി കൾച്ചർ. കൊല്ലിഞ്ഞു തിരിച്ച് വീട്ടിലേക്കാണോ? വില്ലകളിലൊക്കെ നിറച്ച് വില്ല പോലത്തെ ഫാക്ടറി. അവർക്ക് വലിയൊരു പാർക്കുണ്ട് മുന്നിൽ. അതിന്റെ വില ഒന്ന് ആലോചിച്ചു. എന്താ ഭംഗി, പൂക്കള് അറിയ മരങ്ങളൊക്കെ ഉള്ള ബേ അവന്യൂ.